നമ്മൾ വോൾവോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമേ തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് ഡ്രൈവിംഗ് സീറ്റ് മിറർ എല്ലാം വൃത്തിയായി കാണത്തക്ക രീതിയിൽ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് മുമ്പോട്ടോ പുറകോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് നേരെയാക്കുക. അതിനുശേഷം നമ്മുടെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച്, ഇവിടെയുള്ള ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് ഇതുപോലെ മുമ്പോട്ടാക്കി ഇപ്പോൾ കേട്ട പോലെ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. അതിനുശേഷം ഇവിടെ ഇഗ്നിഷൻ്റെ ലെവൽ പൊസിഷൻ 1 ആണ് ആദ്യത്തെ പൊസിഷൻ നിൽക്കുന്നത്. അവിടുന്ന് പതുക്കെ 2 കൊണ്ടുവരിക. 2 കൊണ്ടുവന്ന് പൂർണ്ണമാക്കി കഴിയുമ്പോൾ ഡിസ്പ്ലേ ഈ രീതിയിൽ തെളിഞ്ഞു വരും. ഡിസ്പ്ലേ പൂർണ്ണമായും ഈ രീതിയിൽ തെളിഞ്ഞ് നോർമൽ ആയി. അതിന് ശേഷം ഇപ്പോൾ വന്ന മെസ്സേജ് കണ്ടോ? എന്താ അതിൻ്റെ ഈ മെസ്സേജിനർത്ഥം? എയർ ഇല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. വാഹനത്തിൽ എയർ ഇല്ല, ബ്രേക്ക് ഫെയിലിയർ ആണ്. കാരണം എയർ ഇല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് കിട്ടത്തില്ല. ഇതാ നോക്കൂ, എയർ ഗേജ് 0 കിടക്കുന്നത്. ഇത്രയും കണ്ടല്ലോ. ഇതിന് ശേഷം ഇതുപോലെ താക്കോല് ഇങ്ങനെ മുമ്പോട്ട് തിരിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ശ്രദ്ധിക്കണം, നമ്മുടെ കാലുകൾ ആക്സിലറേറ്ററോ ബ്രേക്ക് പെഡലിലോ ഒരു കാരണവശാലും വയ്ക്കരുത്. നമ്മൾ കാലുകൾ താഴെ തന്നെ വെച്ചാൽ മതി. ആക്സിലറേറ്ററും ബ്രേക്ക് പെഡലും തൊടാതെ തന്നെ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ക്രാങ്ക് ചെയ്യും. നോക്കിക്കോളൂ. ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടായി. ഒരു 2-3 സെക്കൻഡ് ചിലപ്പോൾ നമ്മൾ സെൽഫ് മോട്ടർ പിടിച്ച് തിരിക്കേണ്ടി വരും. അതുകൊണ്ട് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അതൊന്ന് സെൻസ് ചെയ്ത് പ്രഷർ കയറാനുള്ള ടൈമാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ സാധാരണ വാഹനങ്ങളിൽ കറങ്ങുന്ന പോലെ കറങ്ങില്ല. ഇതിൽ സെൻസറും മറ്റുമുള്ളതാണ്. ഈ സമയത്ത് മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഈ തരത്തിലായിരിക്കും കാണിക്കുന്നത്. ഇത് സ്റ്റോപ്പ്. ഇതുപോലൊരു സിഗ്നൽ, സ്റ്റോപ്പ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ വാഹനം ഓടിക്കരുത്. എവിടെയെങ്കിലും ഓട്ടത്തിലാണ് ഇതുപോലൊരു സിഗ്നൽ കാണിക്കുന്നതെങ്കിൽ വാഹനം സുരക്ഷിതമായി സൈഡ് ഒതുക്കി നിർത്തി അതിനുശേഷം എന്താണ് തകരാറെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് ഇപ്പോൾ ഈ കാണിക്കുന്നത് എയർ ഇല്ല എന്നുള്ളതാണ്. ഈ കാണിക്കുന്ന ചിഹ്നം ഇപ്പോൾ പോയിരിക്കുന്ന സമയത്ത് നോക്കൂ, എയർ 5 പൗണ്ടിന് 5.5 പൗണ്ടിന് മുകളിലേക്ക് കയറി. ആ എയർ മുഴുവനായിട്ട് കയറുന്നവരെ നമ്മൾ